ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദർശന സർവീസസ് സൊസൈറ്റി ഗ്ലോറിയ ഗ്രൂപ്പ് ഒരുക്കുന്ന ക്രിസ്മസ് നമ്മുടെ നാട്ടിൽ. ആദ്യമായി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: 6-ാം മാസം ഗബ്രയേൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു: ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അക്കാലത്ത് താന്താങ്ങളുടെ പട്ടണത്തിൽ പേർ എഴുതിക്കണമായിരുന്നു. അതിനായി ജോസഫും ഭാര്യ മറിയവും ഗലീലിയിലെ പട്ടണമായ നസറത്തിൽ നിന്നും യൂദായിലേക്ക് പോയി. മറിയം പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവർക്ക് താമസിക്കാൻ വീടുകൾ അന്വേഷിച്ചു. എന്നാൽ അവർക്ക് താമസിക്കാൻ ഇടം കിട്ടിയില്ല. പ്രസവ സമയമെടുത്തു. മറിയം തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ച് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി. ആ സമയത്ത് ആട്ടിടയന്മാർക്ക് ഒരു സദ്വാർത്ത കേൾക്കാനിടയായി: ഇതാ, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. മാലാഖ വൃന്ദങ്ങൾ ഒരു പാട്ടുപാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ കൃപ ലഭിച്ചവർക്ക് സമാധാനം. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു വാക്കാണ് നിങ്ങൾക്ക് സമാധാനം. അന്ന് ഒരു നക്ഷത്രം രാജാക്കന്മാർക്ക് വഴികാട്ടിയായി വന്നിരുന്നു. ആ ഒരൊറ്റ നക്ഷത്രം മാത്രം ഭൂമിയുടെ ഇരുൾ പാടെ മാറ്റുന്ന ഭാഗ്യ നക്ഷത്രമായി മാറിയത്. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. യേശു ക്രിസ്തുവിൻ്റെ പാവനമായ പിറവിക്ക് സാക്ഷ്യം വഹിച്ചവളാണ് ഭൂമി. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖ അനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. ക്രിസ്തുമസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ തകർച്ചയുടെ നീർച്ചൂഴികൾ ഉണ്ടായേക്കാം. പക്ഷേ അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് നമ്മുടെ ദൗത്യം. ഭൗതിക നേട്ടങ്ങൾ ഒരുപാട് നേടിയിട്ടും മനുഷ്യൻ ഇന്ന് ഏകനാണ്, അസ്വസ്ഥനാണ്, ഒരുതരം ശൂന്യത ഭരിക്കുന്നു. സന്തോഷം വറ്റിപ്പോകുന്നു. ജീവിതത്തിൽ നിരാശയുടെ കാർമേഘം പടരുമ്പോൾ ദൈവമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. ആരുമില്ലാത്തവർക്ക്, ഹൃദയം തകർന്നവർക്ക്, നിരാശയിൽ കഴിയുന്നവർക്ക്, പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവർക്ക്, സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്നവർക്ക് ഈ ക്രിസ്മസിന് കൊടുക്കാവുന്ന അമൂല്യമായ സമ്മാനം നാം അവർക്ക് തുണയായി ഉണ്ടാവുമെന്ന ആശംസയാണ് ക്രിസ്മസ്. ലോകത്തിന് മുഴുവൻ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ആശംസയുമായാണ് ക്രിസ്തു പിറന്നത്. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായാണ് യേശു ക്രിസ്തു പിറന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എല്ലാ മനുഷ്യ മക്കൾക്കുമുള്ള സന്തോഷത്തിൻ്റെ ദിവസമാണ്. 1223 അസീസിയിലെ പാവപ്പെട്ട മനുഷ്യൻ വിശുദ്ധ ഫ്രാൻസിസ് ഇറ്റലിയിലെ ഗ്രേച്ചോ എന്ന കൊച്ചു പട്ടണത്തിൽ ഇന്ന് ലോകം അറിയുന്ന ആദ്യത്തെ പുൽക്കൂട് ഒരുക്കി. ക്രിസ്തു ഒരു ശിശുവായി പുൽക്കൂട്ടിലെ പരിമിതികളിൽ ജനിച്ച അനുഭവത്തെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനായി ആയിരുന്നു ഇത്.
ഇന്ന് അനേകം പുൽക്കൂടുകൾക്ക് ചുറ്റും നിന്ന് ലോകം ദൈവപുത്രന്റെ മനുഷ്യാവതാര സന്തോഷത്തെ കണ്ട് അതിൽ സന്തോഷിക്കുന്നു. ഓരോ ക്രൈസ്തവ കുടുംബവും ക്രിസ്മസ് ദിനത്തിൽ മനോഹരമായ പുൽക്കൂടുകൾ തീർത്ത് ബെത്ലഹേം പുനഃസൃഷ്ടിക്കുമ്പോൾ ആ ബെത്ലഹേം നമ്മുടെ വീട്ടുമുറ്റത്തിരുന്ന് വിലപിക്കുന്നുണ്ടോ എന്ന് ധ്യാനിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ക്രിസ്മസ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നാനാജാതി മതസ്ഥരും ഒരുപോലെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. നക്ഷത്ര വിളക്കുകൾ തെളിയിച്ചും ഉപഹാരങ്ങൾ കൈമാറിയും പള്ളികളിൽ, യൂണിറ്റുകളിൽ, സ്കൂളുകളിൽ, ഓഫീസുകളിൽ എന്നു വേണ്ട എല്ലാ തലത്തിലും എല്ലാവരും ഒത്തൊരുമിച്ച് കേക്ക് മുറിച്ച് പങ്കുവച്ചും ക്രിസ്മസ് ഫ്രണ്ടിനെ സംഘടിപ്പിച്ചും ക്രിസ്മസ് കരോൾ നടത്തിയും എല്ലായിടത്തും ക്രിസ്മസ് ആഘോഷങ്ങളാണ്. നമ്മുടെ നാടിൻ്റെ ഓരോ കവലകളിലും വലിയ സാന്താക്ലോസിനെ ഉണ്ടാക്കി വെച്ചും അതുപോലെ വലിയ ക്രിസ്മസ് പുൽക്കൂടുകളും വലിയ നക്ഷത്രങ്ങൾ, ക്രിസ്മസ് ട്രീകൾ ഉണ്ടാക്കിയും വളരെ മനോഹരമായി തന്നെ ആഘോഷിക്കുന്നു. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു പിറക്കാത്തിടത്തോളം ആ ക്രിസ്മസ് ആഘോഷങ്ങൾ വെറുതെയാകും. വചനത്തിൽ വായിച്ചതൊക്കെ കൺമുൻപിൽ സത്യമായി കൊണ്ടിരിക്കുന്ന നാൾ വഴികളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങളെപ്പറ്റിയും അവയെപ്പറ്റിയുള്ള കിംവദന്തികളും എല്ലാവരും ഇന്ന് അസ്വസ്ഥരാണ്. ഒരൽപ്പം സമാധാനത്തിൻ്റെ നിർജ്ജരി തേടി അലയുകയാണ് നമ്മൾ. ഇനി സാധ്യത ഒന്നേയുള്ളൂ. പുൽക്കൂട്ടിൽ പിറന്ന ലോകരക്ഷകനായ ഉണ്ണി മിശിഹായുടെ ചാരെ ഇരിക്കാം, സമാധാനം സ്വന്തമാക്കാം. നമ്മുടെ പ്രായം വ്യത്യാസം വരുന്നതിനനുസരിച്ച് ആ പുൽക്കൂട്ടിന് ചുറ്റും നിന്ന് ഒരു മാലാഖയെ പോലെയോ ആട്ടിടയനെ പോലെയോ പൂജാ രാജാവിനെ പോലെയോ യൗസേപ്പ് പിതാവിനോടും മാതാവിനോടും സംസാരിക്കുന്നു. ഈശോയോട് ഹൃദയം കൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ നാട്ടിൽ ഓരോ ക്രിസ്മസും ഇന്നും അനേകം കുടുംബങ്ങളിൽ യൗവനത്തിലെത്തിയ മക്കളുടെ വേർപാടിൻ്റെ ദിനങ്ങളായി മാറുന്നുണ്ട്. ആഘോഷങ്ങളുടെ ലഹരിയിൽ വാഹനാപകടങ്ങളിൽപ്പെട്ട് എത്രയോ ജീവിതങ്ങൾ വിടരാതെ കൊഴിഞ്ഞു പോകുന്നു. നമ്മുടെ വീടുകൾ ഉറവ വറ്റാത്ത കിണറുള്ള ഇടമായി മാറണം. നമുക്ക് പണത്തോടും സ്ഥാനമാനങ്ങളോടും സുഖഭോഗങ്ങളോടും ഒടുങ്ങാത്ത ദാഹമാണുള്ളതെങ്കിൽ നമ്മെ സമീപിക്കുന്ന ആർക്കും ദാഹജലം കിട്ടി തൃപ്തരാവില്ല. കൂടുതൽ ക്ഷീണിതരായി നമ്മുടെ അരികിൽ നിന്ന് അവർ മടങ്ങും. ക്രിസ്മസ് ദിനത്തിലെ കുടുംബ സംഗമങ്ങൾ എല്ലാം ദാഹമകറ്റി പോകാനുള്ള അവസരമാക്കണം. എന്നാൽ ഇന്ന് ക്രിസ്മസ് സംഗമങ്ങൾ കൂടുതൽ ക്ഷീണിതരായി മടങ്ങിപ്പോകാനുള്ള അവസരമായി മാറിപ്പോകുന്നു. ഓരോ കുടുംബവും ഒരു ബെത്ലഹേമായി മാറുന്ന കാഴ്ച ഈ ക്രിസ്മസ് നാളിൽ സംഭവിക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ ഭംഗിയായി ബോൺ നത്താലെ മനോഹരമായി തന്നെ കൊണ്ടാടുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.